സുബ്രഹ്മണ്യ അഗസ്ത്യ സംവാദത്തെ തുടരുകയാണ്. അടുത്തതായിട്ട് കൃതഘ്നോപാഖ്യാനം. ഇപ്പൊ ദുഷ്കർമ്മങ്ങളെ ചെയ്യുന്നവർ, ക്രൂരകർമ്മങ്ങൾ ചെയ്യുന്നവർ, ഷഠനായിട്ടുള്ളവർ, ആർജവം ഇല്ലാത്തവർ, ആപൽഘട്ടത്തിൽ ഉപേക്ഷിക്കുന്നവർ, വേദനിന്ദ ചെയ്യുക, സമയനിഷ്ഠ പാലിക്കാത്തവർ, പ്രജ്ഞയില്ലാത്തവർ, പാപബുദ്ധിയോടുകൂടിയിട്ട് പെരുമാറുന്നവർ, മിത്രദ്രോഹി, എപ്പോഴും മറ്റുള്ളവരുടെ ധനത്തെ ആഗ്രഹിക്കുന്നവർ, എപ്പോഴും ദേഷ്യത്തോടുകൂടി വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതായ പ്രകൃതം, അല്പരസം എന്നാണ്, ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് അനിഷ്ടം പ്രകടിപ്പിക്കുക, അല്പരസം ആയിട്ടുള്ളവർ, നന്മ ചെയ്യുന്നവരെ പോലും ഉപേക്ഷിക്കുന്നവർ, ഇത്തരത്തിൽ ഉള്ള അനേകം ദുസ്വഭാവങ്ങളെ ഉള്ളവർ എന്നാണ്. മിത്രത്തെ മാത്രം സേവിക്കുന്നവർ, കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമായിട്ട്, അതായത് നമുക്കൊരാവശ്യമുണ്ട്, അത് നിറവേറ്റാൻ വേണ്ടി നല്ല വാക്കുകൾ പറഞ്ഞും കൂടെ നിന്നും കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് വരില്ല, അങ്ങനെയുള്ളവരുണ്ട്. മിത്രത്തിന്റെ വേഷത്തിൽ ഒപ്പം നിൽക്കുന്നതായ ശത്രു, മിത്രദ്രോഹി, പ്രാണിഘാതകൻ, കൃതഘ്നൻ, ഇവരുമായിട്ടൊന്നും തന്നെ ഒരിക്കലും സൗഹൃദം ഉണ്ടാക്കരുത്, അവരുമായിട്ട് സഹവസിക്കരുത് എന്നാണ്. അതാണിവിടെ ദസ്യു സഹവാസത്തിന് ഉള്ള ദോഷങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് ആരുമായിട്ടാണ് സൗഹൃദം ഉണ്ടാവേണ്ടത്, ആരുമായിട്ടാണ് സഹവസിക്കേണ്ടത്, സൗഹൃദം സ്ഥാപിക്കേണ്ടവർ, ഒത്തുചേർന്ന് പ്രവർത്തിക്കാവുന്നവരാരാണ്? നല്ല സൗഹൃദങ്ങൾ, അതായത് കൃതജ്ഞന്മാർ, ലോഭം ഇല്ലാത്തവർ, അലോഭികളായിട്ടുള്ളവർ, സത്യസന്ധന്മാർ, എപ്പോഴും പ്രയത്നശീലരായിട്ടുള്ളവർ, അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാം. വിശ്വസിക്കാൻ പറ്റുന്നവർ എന്നാണ്. നമുക്കൊരു കാര്യം വിശ്വസിച്ചവരോട് പറയാം, ഒരു സംഗതി വിശ്വസിച്ച് ഏൽപ്പിക്കാം. സൗഹൃദ ബുദ്ധിയുള്ളവരാണ്, പറഞ്ഞ കാര്യം അതിനെ അങ്ങനെ തന്നെ പാലിക്കുന്നവരാണ്, നമ്മൾ ഏൽപ്പിച്ച കാര്യത്തെ ഭംഗിയായി നിർവഹിക്കാൻ പ്രാപ്തി ഉള്ളവരാണ്. ഇതൊക്കെ ആണ് സൗഹൃദം സ്ഥാപിക്കാൻ വേണ്ടതായ യോഗ്യത. അങ്ങനെയുള്ളവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാം. അതിനായിട്ടാണ് ഇവിടെ ചില ഉദാഹരണ കഥകളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അത്തരത്തിലൊരു മറ്റൊരു വിഷയത്തെ പറയാൻ വേണ്ടിയിട്ടാണ് സംവാദ ഗീതയെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഒരിക്കൽ ഒരു അച്ഛനും മകനും തമ്മിൽ നിന്നാണ്, മകനും അച്ഛനും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ ഉദാഹരിക്കുന്നത്. സ്വാധ്യായ നിഷ്ഠനായിട്ടുള്ള ഒരുവനെ ഒരു പുത്രൻ, ആ പുത്രന്റെ പേര് മേധാവി എന്നാണ്. സാധാരണ ഈ നാമകരണമൊക്കെ ചെയ്യുമ്പോൾ ആ വാക്കിനൊരർത്ഥം ഉണ്ടാവും. നല്ല അർത്ഥത്തെ ദ്യോതിപ്പിക്കുന്ന പദങ്ങൾ നോക്കിയിട്ട് തെരഞ്ഞെടുത്തിട്ടാണ് നാമകരണമൊക്കെ ചെയ്യപ്പെടുക. അങ്ങനെ വേണം എന്ന് സ്മൃതികാരന്മാരൊക്കെ പറയാറുണ്ട് എന്നാണ്. ഇപ്പോൾ സ്മൃതിയിലൊക്കെ പെൺകുട്ടികൾക്ക് നാമകരണം ചെയ്യേണ്ടതിനെ പറ്റിയിട്ടുള്ള വ്യവസ്ഥകൾ പറയുമ്പോൾ ദീർഘാക്ഷരമുള്ള ഒരു നാമം പദം ആയിരിക്കണം. അതിന്റെ അർത്ഥം, നമ്മൾ ഏതൊരു വാക്ക് കേൾക്കുമ്പോഴും അതിന്റെ അർത്ഥം എന്ത്, നല്ല അർത്ഥത്തെ ദ്യോതിപ്പിക്കുന്നതായിരിക്കണം. എന്നാൽ ലളിതമായിരിക്കണം എന്നാണ് പദങ്ങൾ.
കേമാണ് എന്ന് കരുതിയിട്ട് വലിയ വിളിക്കാൻ പറ്റാത്ത, ആർക്കും വിളിക്കാൻ പറ്റാത്തൊരു നാമമാണെങ്കിൽ അങ്ങനെ നാമകരണം ചെയ്താൽ ബുദ്ധിമുട്ടാണ്, അങ്ങനെ പാടില്ല എന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ ഇദ്ദേഹം തന്റെ മകന് മേധാവി എന്ന് നാമകരണം ചെയ്തു. സാധാരണ നമ്മൾ ഇത് പേര് ആയിട്ടല്ല അധികവും കേൾക്കുക. മേധാവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു സ്ഥാപനത്തിന്റെ ആണെങ്കിൽ അതിന്റെ ഉയർന്ന പദവിയിലിരിക്കുന്ന ആളെ അങ്ങനെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷെ ആ വാക്കിന് ശരിയായ അർത്ഥം മേധയോടുകൂടി, മേധാശക്തി, ബുദ്ധിശക്തി, നല്ല മേധയോട് കൂടിയിട്ടുള്ള ഒരുവനെയാണ് മേധാവി എന്ന് പറയുക. ഇനി ഈ മേധ എന്ന പദത്തിന് അർത്ഥം പറയുക ബഹുഗ്രന്ഥ സാമർഥ്യം എന്നാണ്. ഏതൊരു ഗ്രന്ഥത്തെയും വളരെ അനായാസമായിട്ട് അതിന് മനസ്സിലാക്കാൻ കഴിയുക, അത് അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയുകയും അത് സ്വയം മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഉള്ള കഴിവുണ്ടാവണം ഒരു മേധാവിക്ക്. അപ്പോൾ അനേകം ഗ്രന്ഥങ്ങളെ അറിയാനും അങ്ങനെ അറിവ് നേടാനും സ്വാംശീകരിക്കാനും അതിനെ പകർന്നു കൊടുക്കാനും ഒക്കെയുള്ള കഴിവ് ഉള്ളവരെയാണ് മേധാവി എന്നിവിടെ വിശേഷിപ്പിക്കുക. അപ്പൊ ഇവർ തമ്മിലാണ്, ഈ പുത്രനും അച്ഛനും തമ്മിലുള്ള സംഭാഷണത്തെ പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഇവിടെ മകൻ ചോദിക്കുകയാണ്, തന്റെ അച്ഛനോട് ചോദിക്കുകയാണ്, മനുഷ്യ ജന്മം, മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കാലയളവ് മാത്രമാണ് മനുഷ്യർക്ക് പ്രവർത്തിക്കാനായിട്ട് സമയം കിട്ടുന്നത് എന്നാണ്. അപ്പോൾ വേഗത്തിൽ അവസാനിച്ചു കൊണ്ടിരിക്കുന്നതായ ഈ മനുഷ്യ ജീവിതത്തിൽ ബുദ്ധിമാനായ ഒരുവൻ ചെയ്യേണ്ടത് എന്താണ് എന്ന് ചോദിക്കുകയാണ്. അങ്ങ് എന്താണോ എന്നോട് നിർദ്ദേശിക്കുന്നത് ആ ഉപദേശം അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാണ്, ധർമ്മത്തെ അനുഷ്ഠിക്കാം. അപ്പൊ ഈ മകന്റെ ചോദ്യം കേട്ടിട്ടാണ് അച്ഛൻ മറുപടി പറഞ്ഞു, ആദ്യം വേണ്ടത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസ കാലം നല്ല അറിവ് നേടുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഒരു മനുഷ്യായുസ്സിനെ 4 ഭാഗങ്ങളാക്കിയിട്ട് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നിങ്ങനെ 4 ആശ്രമങ്ങളായി പറഞ്ഞിരിക്കുന്നത് കാണാം. ഇപ്പൊ പുരാണങ്ങളിലൊക്കെ പലയിടത്തും അത് പറയും. അപ്പൊ അതിന്റെ ഒരു ഉദ്ദേശം എത്രയേ ഉള്ളൂ, ആദ്യത്തെ ഒരു കുറച്ചു കാലം, ആദ്യ കാൽഭാഗം എന്നാണ്. 4 പിരിക്കുകയാണെങ്കിൽ ആദ്യ കാൽഭാഗം വിദ്യ നേടാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും അറിവുകൾ നമ്മൾ നേടുന്നത് അത് ഗ്രന്ഥങ്ങളിൽ നിന്നും ഗുരുമുഖത്തു നിന്നും ഒക്കെയാണ്. അതുകൊണ്ട് പൂർണ്ണതയാവുന്നില്ല. നമ്മൾ ഏതൊരു അറിവ് നേടിയാലും അതിന്റെ പ്രായോഗിക വശം എന്ന് പറയുന്ന മറ്റൊന്നുണ്ട്. ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് നമ്മൾക്ക് ഇന്നിപ്പോ ധാരാളം സോഷ്യൽ മീഡിയ ഉള്ള കാലമാണ്. നമുക്ക് ഇത് നോക്കിയാൽ കിട്ടും എങ്ങനെ ഉണ്ടാക്കേണ്ടത്, ആരോടും ചോദിക്കുകയൊന്നും വേണ്ട. അത് എങ്ങനെ ഉണ്ടാക്കിയത് എന്നുള്ളത് പിന്നെ അത് വേറൊരു കാര്യം. പക്ഷേ പലരും ഇങ്ങനെ ദിവസവും ഓരോന്നോരോന്ന് പുതിയത് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഇതിന്റെയൊക്കെ അറിവ് നമുക്ക് കിട്ടും. പക്ഷേ നമ്മളത് പ്രായോഗികമാക്കിയിട്ടൊന്നും നോക്കണ്ടേ? ഒരു ദിവസം പുതിയൊരു ഇതുണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എന്താണ്, ചേരുവകൾ എന്താണ്, അത് എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ നമ്മൾ നേടിക്കൊണ്ടുവന്ന് അത്തരത്തിൽ തയ്യാറാക്കി നോക്കുമ്പോൾ മാത്രമേ ആ അറിവ് പൂർണ്ണമാവുന്നുള്ളൂ. നേരെ മറിച്ച് നമ്മൾ അതിൻ്റെ പ്രായോഗികമായ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്ന ചില വിഷയങ്ങൾ, ഇപ്പൊ നീന്താൻ പഠിക്കുക, പുസ്തകത്തിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്നിട്ട് നീന്താൻ പഠിക്കുക, എങ്ങനെ നീന്തണം എന്നുള്ളതിനെ കുറിച്ച് 1 മാസം ഒരു ട്യൂട്ടർ, ഒരാള് നമുക്ക് ട്രെയിനിങ് തന്നു. അതായത് അയാൾ ഉപദേശിച്ചു എന്നാണ്, വെള്ളത്തിൽ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം, അതുകൊണ്ട് നീന്താൻ പഠിക്കുമോ? അങ്ങനെ 1 മാസത്തെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് നമ്മളെ പുഴയിലേക്ക് ഇറക്കി വിട്ടാൽ എന്താവും? നീന്താൻ അറിയില്ല എങ്കിൽ, അവന് പ്രായോഗിക ബുദ്ധി ഇല്ലെങ്കിൽ അവന് വെള്ളത്തിൽ മുങ്ങിത്താഴും. അപ്പൊ 2ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ജീവിതത്തിൽ പ്രായോഗിക അറിവുണ്ടാവണം, പ്രായോഗിക ബുദ്ധി. പഠിച്ച കാര്യങ്ങളെ, പുസ്തകത്തിൽ നിന്നോ ഗുരുമുഖത്തു നിന്നോ അറിഞ്ഞ കാര്യങ്ങളെ അവനവന്റെ ജീവിതത്തിലൊന്ന് പകർത്തി നോക്കണം.